നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇങ്ങടുത്ത് വന്നിട്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പനിയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ക്ഷീണവും വിശ്രമമൊക്കെ ആയിരുന്നു. ഇപ്പം മാറി വന്നേ ഉള്ളൂ. ഇപ്പം എൻ്റെ ശബ്ദമൊന്നും ശരിയല്ല, തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയാണ്, ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് അത്ര വ്യക്തമായിട്ട് കിട്ടത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുറേ ദിവസമായി അപ്പോൾ വീഡിയോ ചെയ്യണം. അപ്പം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ജൂൺ 11 തൊട്ട് ഫിഫ വേൾഡ് കപ്പ് 2026 വരികയാണ്. ഇപ്പം എല്ലാവരും ഫുട്ബോൾ പ്രേമികളെല്ലാവരും വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ നിൽക്കുകയാണ് ജൂൺ 11 ഫിഫ വേൾഡ് കപ്പ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് വൈറൽ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ വീഡിയോസുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പം മലപ്പുറത്തേക്കുള്ള ലോങ് ആയിട്ടുള്ള റെക്കോർഡ്, ലോകത്തിലെ ഏറ്റവും നീളം ഏറിയ ഫ്ലെക്സ്, ഇപ്പം അർജൻറ്റീനയുടെയൊക്കെ ഫ്ലെക്സ് വെച്ചതിന് വൈറൽ വീഡിയോ ആയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലേക്ക്. അങ്ങനെ നിരവധി ഇടങ്ങളിൽ ഇപ്പം പോർച്ചുഗൽസിൻ്റെയും അർജൻറ്റീനയുടെയും അതുപോലെ തന്നെ ബ്രസീലിൻ്റെയൊക്കെ ഫ്ലാഗും കട്ടൗട്ടും പോസ്റ്റേഴ്സൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ ഇനി ഒരു മാസം ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു ആഘോഷമാണ്. സോഷ്യൽ മീഡിയയിലും നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾക്കിടയിൽ വലിയ ആളുകൾക്കിടയിലൊക്കെ വളരെ ആഘോഷമാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പിന് പ്രത്യേകതയുണ്ട്. ഇപ്രാവശ്യം മാച്ച് നടത്തുന്നത് 3 രാജ്യങ്ങളിലായിട്ടാണ്. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമാണ് ഇപ്രാവശ്യം കളി നടക്കുന്നത്. ഏകദേശം 16ഓളം സ്റ്റേഡിയങ്ങളിലാണ് കളികൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വളരെ എന്താ പറയുക, ഫുട്ബോളിൻ്റെ ഇതും അതിൻ്റെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏതൊരു രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തെയും മതത്തെയൊക്കെ ഒന്നിച്ചു നിർത്താൻ കഴിയുന്ന ഒരു കായികമാണ് ഫുട്ബോൾ. ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെ ആണെങ്കിലും ഈ കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ല, മതങ്ങളുടെ വ്യത്യാസങ്ങളില്ല. ഫുട്ബോൾ അതാണ് എല്ലാവർക്കും ആവേശം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾമാരിൽ ഒരാളാണ് സിദിൻ സിദാൻ. ഇദ്ദേഹം കുടിയേറ്റക്കാരനായിട്ടുള്ള നൈജീരിയൻ മാതാപിതാക്കളുടെ മകനായിട്ടായിരുന്നു ജനിച്ചത്. 1998 ഫ്രാൻസിന് ഫിഫ വേൾഡ് കപ്പ് കിരീടം അണിയിച്ചു കൊടുത്ത ആളാണ് ഈ സിദ. അതുപോലെ തന്നെ ഇപ്പം ഫുട്ബോളിന് ഏറെ പ്രിയപ്പെട്ട ആളുകളുടെ കഥയും കൂടി പറയുന്നതാണ് ഫുട്ബോൾ. ഫുട്ബോളിൽ കയറി ലോകം അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഇന്ത്യയിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. വൻകരകൾക്കും അപ്പുറത്ത് രാജ്യക്കാരായിട്ടുള്ള മറഡോണ, മെസ്സി, പിന്നെ ഇന്ത്യൻ മണ്ണിലെ സുനിൽ ഛേത്രിയും IM വിജയനുമൊക്കെ ഫുട്ബോളിൻ്റെ മാന്ത്രിക ചരടിൽ കോർത്തെടുത്ത മുത്തുകളാണ്. ഇപ്പം മറഡോണ, മെസ്സി, പിന്നെ നമ്മുടെ ഇന്ത്യൻ കേരളക്കാരനായിട്ടുള്ള IM വിജയൻ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ മാന്ത്രികത്തിൻ്റെ ചരടിൽ കോർത്തെടുത്ത മാണിക്യക്കല്ലുകളാണ്. ഈ പ്രാവശ്യത്തെ നമുക്കിപ്പം ഫുട്ബോള് സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതിൻ്റെ ബോൾ. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഫുട്ബോൾ മാച്ചിൻ്റെ ബോൾ എന്ന് പറഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പിൻ്റെ മാച്ച് ബോൾ എന്ന് പറഞ്ഞാൽ ട്രയാൻഡോ എന്നാണ്. എന്ന് വെച്ചാൽ 3 രാജ്യങ്ങളുടെയും
നിറങ്ങൾ വെച്ചിട്ടുള്ള ബോളായതുകൊണ്ടാണ് അതിന് ട്രയോണ്ടോ എന്ന് പേരിട്ടത്. അമേരിക്കയുടെയും കാനഡയുടെയും മെക്സിക്കോയുടെയൊക്കെ നിറങ്ങൾ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഫുട്ബോൾ ഉണ്ടല്ലോ, പുതുമയേറിയ ഫുട്ബോളും ഈ പ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പ് ഉണ്ടല്ലോ, പുതുമയേറിയൊരു ഫിഫ വേൾഡ് കപ്പാണ്. ഇപ്പം 2002 ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. 2 രാജ്യങ്ങളിൽ ചേർന്നായിരുന്നു ഫിഫ വേൾഡ് കപ്പ് നടത്തിയിരുന്നത്. ഒന്ന് സൗത്ത് കൊറിയയിലും പിന്നെ ജപ്പാനിലും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 24 വർഷങ്ങൾക്ക് ശേഷം പുതിയ ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത്. 3 രാജ്യങ്ങളിലായിട്ടാണ് ഈ പ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പ് നടത്തുന്നത്. പുതുമകളുടെ മേളമാണ്. 23ാമത് ഫിഫ വേൾഡ് കപ്പാണ് നടക്കുന്നത്. ആദ്യം തുടങ്ങിയത് 1930 ഫിഫ വേൾഡ് കപ്പ് ആരംഭിച്ചത്. 3 രാജ്യങ്ങളിലായി 48 ടീമുകളും 16 സ്റ്റേഡിയങ്ങളിലും ഏറ്റവും വലിയ താര സാന്നിധ്യമായി കാൽപന്ത് ലോകം ഒന്നിക്കുന്ന വിശ്വമേള ഈ തവണ പുതിയ ചരിത്രമെഴുതും. 3 രാജ്യങ്ങളിലായിട്ട്, 3 ശക്തമായിട്ടുള്ള രാജ്യങ്ങളിലായിട്ട് 48 ടീമുകളും 16 സ്റ്റേഡിയങ്ങളിലുമാണ് ഈ പ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പ് നടത്തുന്നത്. വളരെ എന്താ പറയുക, ഒരു പുതുമ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ 3 രാജ്യങ്ങളിൽ. ഇപ്പം നമ്മൾ ഇന്ത്യക്കാരെ നോക്കുമ്പം എനിക്കൊരു സമയ വ്യത്യാസം അതുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു രാവിലെ ആയിരിക്കും, നമുക്കൊക്കെ വെളുപ്പിനെ സമയത്തായിരിക്കാം വേൾഡ് കപ്പ് കാണാൻ കഴിയുന്നത്. ഇപ്പം 2022 ഖത്തറിലായിരുന്നപ്പോൾ നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ ആയിരുന്നു അതിൻ്റെ ഇത്. എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ വേൾഡ് കപ്പ് ഫൈനലിൽ എന്ന് വെച്ചാൽ വൈകുന്നേര സമയത്തായിരുന്നു, രാത്രിയിലായിരുന്നു നടന്നുകൊണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രാവശ്യത്തെ ബോളിൻ്റെ പേര് ട്രയോണ്ട എന്നാണ്. ട്രയോണ്ടയാണ് 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ മാച്ച് ബോൾ. 2022 സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണം കൂടിയായിരുന്നു ആ ബോളിനകത്ത്, 2022 ബോളിനകത്ത് ഉണ്ടായിരുന്നത്. അതിനേക്കാൾ ഇപ്പം മെക്സിക്കോയിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെയാണ് നടത്തുന്നത്. അപ്പോൾ ആ സാങ്കേതിക വിദ്യ തുടരുവാണ്. അതിനേക്കാൾ മികച്ച ഡിജിറ്റലുകൾ ഘടിപ്പിച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ ട്രയോണ്ട എന്ന് പറഞ്ഞ ബോളിൽ പിടിപ്പിച്ചിരിക്കുന്നത്. മറ്റേതിനേക്കാൾ സാങ്കേതിക വിദ്യയേക്കാൾ കുറച്ചും കൂടെ മികവേറിയതാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് തരത്തിൽ ഈ പ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പിന് ഒരു പുതുമയുണ്ട്. കാരണം 3 രാജ്യങ്ങളിൽ നടത്തുന്നു. അതുപോലെ തന്നെ ടീമുകളുടെ എണ്ണം, സ്റ്റേഡിയങ്ങളുടെ എണ്ണം, പിന്നെ ബോളിൻ്റെ ഡിസൈൻ, പിന്നെ അതിൻ്റെ സാങ്കേതിക ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ. ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതകളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിത് പെട്ടെന്ന് പറയുന്നതാണ്, പെട്ടെന്ന് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് പറയുന്നതല്ല, ഒന്ന് തട്ടിക്കൂട്ടി ഞാൻ പറയുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ചെയ്യാതിരുന്നിട്ട് മനസ്സിനെന്തോ പോലെ. അപ്പം നിങ്ങളോട് എന്തെങ്കിലും പറയണമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഫുട്ബോളാണല്ലോ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ആവേശമായിട്ട് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഓരോ ടീം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്യുന്ന എൻ്റെ ടീം എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയാണ്. അപ്പോൾ ഞാൻ അർജൻറ്റീനയുടെ ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ച് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അർജൻറ്റീനയുടെ. എന്ന് വെച്ചാൽ എൻ്റെ ഫോട്ടോ അത് പ്രോംപ്റ്റ് യൂസ് ചെയ്ത് അത് മാറ്റി അർജൻറ്റീനയുടെ ജേഴ്സിയൊക്കെ ഇട്ടിട്ടുള്ള ഇത് ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളേത് ടീമാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 2022 അർജൻറ്റീന കൊണ്ടുപോയി. അതുപോലെ 2026
അർജന്റീന തന്നെ കൊണ്ടുപോകാനാണ് സാധ്യത. നമുക്ക് ഇതിൽ വേറെ വിലപേശാനൊന്നുമില്ല. 2026 അർജന്റീന തന്നെ കൊണ്ടുപോകും. എനിക്കൊന്ന് പോർച്ചുഗൽസ് ഒന്നും കൊണ്ടുപോയിട്ടൊന്നും എനിക്കറിയത്തില്ല. ബ്രസീൽ കൊണ്ടുപോയിട്ടുണ്ട്. പോർച്ചുഗൽസിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. പിന്നെ ജർമ്മനിയൊക്കെ കൊണ്ടുപോയി. അപ്പം എന്താ, ഫുട്ബോൾ ആവേശത്തിലാണ്. അപ്പോൾ ഈ ഫുട്ബോൾ കാണാനിരിക്കുമ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അവരെ ആ ഫാനിൻ്റെ ആ ഒരു ഇഷ്ടപ്പെട്ട രാജ്യത്തിൻ്റെ ജേഴ്സി ഇട്ടുകൊണ്ട് തന്നെ കാണണം. അപ്പോഴാണ് ആ ഫുട്ബോൾ ലൈവ് കാണുമ്പോൾ നമുക്ക് എന്താ വളരെ ആവേശം തോന്നുന്നത്. അപ്പോൾ ഒരുപാട് ഇത്രയും ഗ്രൂപ്പുണ്ട്. എൽ വരെ ഉള്ള ഗ്രൂപ്പുണ്ട്. 4 ടീം അടങ്ങിയ എൽ വരെയുള്ള ഗ്രൂപ്പുകളാണ് ഈ പ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പ് 2026 കളിക്കുന്ന 48 ടീമുകളാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടീം ഈ പ്രാവശ്യമാണെന്ന് തോന്നുന്നു, അതുപോലെ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എല്ലാവരും അവരവരുടെ ടീം ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്തായാലും അർജന്റീന തന്നെ ജയിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫുട്ബോളിൻ്റെ അടുത്ത കാര്യങ്ങളുമായി, അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം പറയാം. അതുവരെ ബായ്.